നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നിന്റെ വിളക്ക് നീ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നാണ്. എന്താണ് ചോദ്യം? നിന്റെ വിളക്ക് നീ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ശുഭരാത്രി, ഇന്നലെ ശുഭരാത്രി വചന ശുശ്രൂഷ കേട്ടവരൊന്ന് കരമുയർത്താവോ? ഓക്കെ, ശരി. അപ്പോൾ അച്ഛൻ ഇന്നലെ പങ്കുവച്ചിരുന്നു എന്തൊക്കെയാണ് ഈശോ പറയുകയാണ്. വിളക്ക് മറച്ചു വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്ന് പാത്രം, രണ്ട് കട്ടിൽ. നമ്മളെല്ലാ ദിവസവും ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് പാത്രവും കട്ടിലും, അല്ലേ മോനെ? പാത്രം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഫുഡ് അടിക്കാൻ, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയുകയാണ് പാത്രത്തിൻ്റെ അടിയിൽ ഇത് കൊണ്ടുപോയി വെക്കരുതെന്ന്. നമ്മൾ ആരെങ്കിലും സാധാരണ രീതിയിൽ ആരെങ്കിലും പാത്രത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വിളക്ക് വെക്കുമോ? ഇല്ല. അപ്പോൾ പാത്രം ഒരു സൂചനയാണ്. എന്തിൻ്റെ? ഈ ഭക്ഷണം, സാധാരണ നമുക്ക് ഭക്ഷണം കഴിക്കണം, പക്ഷേ ഈ അമിതമായി ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ നമ്മുടെ വിളക്ക് മറഞ്ഞു പോകുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് സുഖലോലുപതയുടെ ഒരു അടയാളമാണ്. സുഖലോലുപതയുടെ ചില ആളുകൾ കണ്ടിട്ടുണ്ട്, അവരുടെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സുഖലോലുപതയുടെ ഒരു അടയാളമാണ് കഴിക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി നിന്റെ വിളക്ക്, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം ഒരു വിളക്കാണ്, അല്ലെങ്കിൽ നിന്റെ സ്നേഹം ഒരു വിളക്കാണ്, നമ്മുടെ ജീവിതം ഒരു വിളക്കാണ്. ഈ വിളക്ക് ഒക്കെ അണഞ്ഞു പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ ഒരു കാരണം നമ്മുടെ സുഖലോലുപതയാണ്. മദ്യപിക്കുന്ന ആളുകൾ, അത് സുഖലോലുപതയാണ്. ഈ മദ്യപിക്കുന്ന കുപ്പിയുടെ അടിയിൽ പാത്രം എന്നുള്ളതിന് പകരം കുപ്പി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കുപ്പിയുടെ അടിയിൽ കൊണ്ടുപോയി നിന്റെ വിളക്ക് വെക്കരുതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ മറഞ്ഞു പോകുന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ ഏർപ്പെടരുത്. അതാണ് ഒന്നാമത്, പാത്രത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കരുത്. ഇനി രണ്ടാമത്തത് കട്ടിൽ നമ്മൾ വിശ്രമിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഈ വിശ്രമം കൂടിക്കഴിയുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? അലസത എന്ന് പറയുന്നത്, അല്ലേ? തിരിഞ്ഞു കിടക്കും, മറിഞ്ഞു കിടക്കും, 9 മണി വരെ കിടക്കും. അപ്പോൾ അത് അലസതയാണ്. ഈ അലസത മൂലം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമുണ്ട്. എല്ലാ മനുഷ്യരിലും പ്രകാശമുണ്ട്. പ്രകാശമില്ലാത്ത ആരാ ഉള്ളത്? അതായത് എല്ലാ മനുഷ്യരുടെയും ജീവിതം ഒരു വിളക്കാണ്, എല്ലാ മനുഷ്യരുടെയും. പക്ഷേ ഈ അലസതയാകുന്ന കട്ടിൽ മൂലം ഈ പ്രകാശം മറ്റുള്ളവർക്ക് കിട്ടാതെ പോകുന്നു, അത് മറഞ്ഞു പോകുന്നു, അവസാനം അത് കെട്ടുപോകുന്നു. ഈശോ പറയുകയാണ്, നിന്റെ സുഖലോലുപത, നിന്റെ അലസത, അതുമൂലം നിന്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചം, സ്നേഹത്തിൻ്റെ വെളിച്ചം, പ്രാർത്ഥനയുടെ വെളിച്ചം, ത്യാഗത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നീ നിന്റെ വിളക്ക് പീഠത്തിന്മേലാണ് വയ്ക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, വിളക്ക് കത്തിക്കുമ്പോൾ എന്താ പുറത്തു വരുന്നത്? വെളിച്ചമാണ് പുറത്തു വരുന്നത്. ക്രിസ്ത്യാനിയെ കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ, വിളക്കിൻ്റെ ജീവിതമാണ് ഈ കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്, വിളക്കിൻ്റെ ജീവിതമാണ്. അപ്പോൾ വിളക്ക് ജീവിക്കുമ്പോൾ വെളിച്ചം പുറത്തേക്ക് വരുന്നു, ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ ക്രിസ്തു പുറത്തേക്ക് വരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോ നമ്മെ ഈ പ്രഭാതത്തിൽ ക്ഷണിക്കുന്നത് ക്രിസ്തുവാകുന്ന വെളിച്ചം പുറപ്പെടുവിക്കുന്ന വിളക്കായി നമ്മൾ മാറാൻ വേണ്ടിയാണ്. നമുക്ക് ആത്മപരിശോധന ചെയ്യേണ്ടത്, ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പുറപ്പെടുവിക്കുന്ന വെളിച്ചം ക്രിസ്തുവിൻ്റെ വെളിച്ചമാണോ? എന്താണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം? അത് ക്ഷമയാണ്, അത് സ്നേഹമാണ്, അത് കരുണയാണ്, അത് ത്യാഗമാണ്, അത് ആനന്ദമാണ്, അത് സമാധാനമാണ്, അത് ദൈവരാജ്യത്തെ പ്രതിയുള്ള തീഷ്ണതയാണ്. അപ്പോൾ ഞാനാകുന്ന വിശ്വാസി ജീവിക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ വെളിച്ചം പുറത്തേക്ക് വരണം. വലിയൊരു വെല്ലുവിളിയാണ് ഈശോ നമുക്ക് തരുന്നത്, ക്രിസ്തുവിൻ്റെ വെളിച്ചം. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം പുറപ്പെടുവിക്കുന്ന ഒരു വിളക്കായി എനിക്ക് മാറണം.
ഹല്ലേലൂയ. കണ്ണുകളടക്കാം. നമ്മുടെ മുൻപിൽ ഇന്ന് ഈശോ വയ്ക്കുന്ന ഈ വലിയ വെല്ലുവിളി, അത് നമ്മുടെ അടിസ്ഥാന ഫണ്ടമെൻ്റലായിട്ടുള്ള ജീവിത രീതിയായിട്ട് മാറട്ടെ. ആഗ്രഹിക്കാം. അതുപോലെ തന്നെ നമുക്ക് അനുദപിക്കാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ചേരാത്ത സ്വഭാവം, എന്നിൽ നിന്ന് ക്രിസ്തുവിന് ചേരാത്ത വാക്കുകൾ, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് ക്രിസ്തുവിന് ചേരാത്ത